ശരിയല്ല ഓക്കെ മതി. അല്ലെങ്കിൽ എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ അളവ് കുറയും. എല്ലിൻ്റെ എണ്ണം കൂടും, പോത്ത് എങ്ങനെ കിടന്നാ അതേപോലെ തന്നെ കിടക്കണം. ഇത് വെച്ചിട്ട വാഴ നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞു. അത് മറ്റേ നമ്മളാ ഈ ചെല്ലിയില്ലേ, കവത്തെ ചെല്ലിയാണ് കുടപ്പാകയിലാണ്. ഹേയ് ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എച്ചിൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് നടക്കുകയാണ് കേട്ടോ. അപ്പം അതിനായിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇനി ഒരു വേറെ സ്ഥലത്ത് പോയി പൈസ കൊടുക്കണം, പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി ഗൈസ്. കണ്ട ഇവിടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മോഡൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ. കാര്യം അവൾ 2 കളർ എടുത്ത് ആ ഒരു ഒറ്റ മോഡൽ തന്നെ 2 കളർ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി ഗൈസ്. പോയിട്ട് വരാം. അവളെങ്ങനെ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കണ്ട ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഈ വണ്ടി എടുക്കുമ്പോൾ വലിയ പാടാണ് കേട്ടോ, ഒരു വലിയ ബുദ്ധിമുട്ട് കിടക്കണം. കാര്യം ഡെയിലി എടുക്കാവില്ല വണ്ടി, വല്ലപ്പോഴും ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വെട്ടലും ചീറ്റലൊക്കെ കാണും. നോക്കിക്കണ്ടൊക്കെ ഓടിച്ചാൽ മതി, സെറ്റാവും ഗൈസ്. ഇങ്ങനെ ഒരു എന്നും ഇങ്ങനെ ഒന്ന് ഓടിച്ചാൽ മതി, സെറ്റാവും. കാര്യം ഇച്ചിരി ലോങ് ആണ് ചടയങ്കല നമുക്ക് വരണ്ടാവും. അടയ്ക്കലെന്ന് ചടയങ്കലത്തി അത്യാവശ്യം ലോങ് ഉണ്ട്, എന്നാലും വലിയ ലോങ് അല്ല എങ്കിലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഓക്കെ, നമ്മളെ പോലും ഓക്കെ ഇങ്ങനെ പോയാൽ ഓടിച്ചിട്ട് പോകുമ്പോൾ പുള്ളി ഇൻഡിക്കേഷൻ ഇട്ടേക്കുന്നതുകൊണ്ട് അനൂപിന് ഡൗട്ട് ആ പുള്ളി വണ്ടി ഇവിടെയാണ് ചവിട്ടുന്നത്. നമ്മൾ അനൂസ് വണ്ടി ഓടിച്ച് പഠിക്കുകയാണ് കേട്ടോ. എച്ച് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചടയമംഗലത്ത് വരുന്ന ആർട്ടിയുടെ കീഴിലാണ്. ഓക്കെ, അനൂസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങൾ കണ്ടായിരുന്നു എച്ച് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. കാര്യം ഫസ്റ്റ് മന്തി അല്ല, ഫസ്റ്റ് ബിരിയാണി തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടി. നല്ല ചൂട് ബിരിയാണി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞില്ലേ ജഡായിപ്പാറയുടെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ജഡായിപ്പാറ ദൂണ്ട് എന്താ, അതാണ് നമ്മളെ ജഡായിപ്പാറ. അപ്പം നമ്മൾ ഇനി ഇവിടെ അഞ്ചൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഫുഡ് കൊള്ളാമെന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ അഭിപ്രായം നല്ല അഭിപ്രായമാണ്, കൊള്ളാത്തതൊന്നുമില്ല. ഓക്കെ, ഇനി അനൂസിൻ്റെ എച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലോട്ട് പോകണം. പോലീസ് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പോലീസ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. അപ്പം എന്തോ എങ്ങനെ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്പോട്ടിൽ. അതായത് ഇതാണ് മലമേപ്പാറയുടെ ഫ്രണ്ട് അല്ലേ, ഒരു പിടുത്തം പോലെ. അത് നമ്മൾ കഴിച്ച ബിരിയാണിയുടെ ഇരിക്കും കേട്ടോ. അവിടെ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളത് പിന്നെ പോവാന്ന് വെച്ച്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. ഇവിടെ ഇത്ര രൂപ അടയ്ക്കേണ്ടിയിരുന്നു കേട്ടോ, കുറച്ച് പൈസ അടയ്ക്കണം. അത് കയറുന്നതിൻ്റെ ഫീസ് 20-30 രൂപ അടയ്ക്കണം കേട്ടോ. കൊള്ളല്ലേ, കിടിലല്ലേ, നനഞ്ഞൊരു അന്തരീക്ഷം. ലവ് ബേഡ്സിനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ. ഹേ ഗൈസ്, അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപ. അപ്പോൾ വലിയ റേറ്റൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ കിട്ടില്ല സ്പോട്ട് കാണാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ. ഇത് മാത്രമല്ല, അവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ വരണമെങ്കിൽ മലമേപ്പാറയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് വരുന്ന അഞ്ചലാണ്. അഞ്ചലിൽ നിന്ന് കുറച്ചും കൂടെ ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഓക്കെ, സെറ്റപ്പ് വൈബ് സ്ഥലം, പറയാതിരിക്കാൻ വയ്യ. പൊതുവെ ഇവിടെ വരുന്ന ഒരു മൊത്തം ലവ് ബേഡ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ? നമ്മൾ അന്ന് രാത്രിയാണ് വന്നത് കേട്ടോ. ദൂണ്ടില്ല, അതാണ് മല. ദൂണ്ട അവിടെ
ആ പാറയിലാണ് നമ്മൾ ഇനി പിന്നീട് പോണത്. ഇതിൻ്റെ താഴെയൊക്കെ പോവാം, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ. താമര ആമ്പലാണെന്ന് തോന്നുന്നു. ഗൈസ്, അമ്പലം അങ്ങോട്ട് പോവാം. ഏതായാലും ഉള്ളി സാധനം കേട്ടോ. പറയാതിരിക്കുക, 20 രൂപയ്ക്ക് ഇത് നഷ്ടമില്ല നമുക്ക്. ഇതുകൊണ്ട് അവിടെ ഒരു കിട്ടിയില്ലൊരു ആംബിയൻസ് ഉണ്ട്. അത് ആ ഒരു സ്പോട്ട് അവിടെ മാത്രം വെയിലടിക്കുന്ന കേട്ടോ ഗൈസ്. ഉണ്ട് അവിടെ മാത്രം ഉണ്ട്, ആ ഒരു സ്ഥലത്ത് മാത്രം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങൾ ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കുക ചെയ്യേണ്ട. ഫുഡ് മേടിക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മലമേ പറയുന്നത് ചെറിയ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റില്ലൊക്കെ എടുക്കാം. ഓക്കെ, അപ്പം നമ്മളൊന്ന് ചുറ്റിക്കറങ്ങട്ടെ. അതിനകത്തന്നെ പരിപാടി കഴിച്ച് അവൾ ഫോൺ സംസാരിക്കുന്നു, അമ്മയായിരിക്കണം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ചാടി. അതായത് ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു റെസ്റ്റ് കിട്ടുമല്ലോ. നമ്മളെന്നും പണിക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ജീവിതമേ ഉള്ളൂ. മാക്സിമം എൻജോയ് ചെയ്യണം പറ്റുന്ന രീതിയിലെങ്കിലും. കാര്യം നമ്മൾ പൊതുവെ എല്ലാവരും എൻജോയ് ചെയ്യുന്നവരാണ്, എങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. മാക്സിമം എൻ്റെ വീഡിയോ കണ്ട് അവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ മാക്സിമം നിങ്ങളെയൊക്കെ ഈ കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഞാൻ പോണ സ്ഥലമില്ല. ഓക്കെ, അതാണ് ഇവിടെ വരുന്നവരെല്ലാം ലവ് ബീഡ്സ് ആയിരിക്കും കൂടുതലും കേട്ടോ. ലവ് ബീഡ്സ് ആണ് ഇവിടെ വരുന്നത്. കാറ്റുന്നു കേട്ടോ. ഏതോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പെങ്കൊച്ചാണ് കേട്ടോ. സ്പോക്ക് ഇംഗ്ലീഷ് സ്പോക്കൺ. ഓക്കെ, നമ്മളെ നോളജ് ഇത്രയൊക്കെ ഉള്ളു. ഓക്കെ, ഇത് കൊള്ളാല്ലേ. പൂക്കളും കഥകളും അറിയില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് പോയാണ് മലയിലോട്ട്. ഇവിടെ ഇരുന്നിട്ട് വെയിലെന്ന് പറഞ്ഞാൽ മലയുടെ മണ്ടയിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. പേര് വെയിൽ. ഉച്ചയ്ക്ക് വരണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇവിടുത്തെ വൈബ് ആസ്വദിക്കാം. പക്ഷേ ലവ് ബേഡ്സിനെ കൊണ്ട് വരണമെങ്കിൽ നോക്കിയും കണ്ട് വരണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അല്ല, അവരെ വെച്ച് മുതലാകുമല്ലോ. പയ്യന്മാരോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, പിന്നെ പെണ്ണ് കെട്ടിയാണ്ട് എനിക്ക് തന്നെ വലിയ സീനില്ല. ഞാൻ ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് വെച്ചുള്ളൂ. കെട്ടിയല്ലോ, അപ്പോൾ നോക്കിയും കണ്ടൊക്കെ കെട്ടണം. സുഹൃത്തുക്കളോടെ പറയുന്ന. ഓക്കെ, പിന്നെ പറയും. നല്ല വെയിൽ കേട്ടോ. പറയാതിരിക്കുക, നല്ല സെറ്റ് വെയിൽ. ഓ, എളിഞ്ഞ് നമ്മൾ എന്ന് വന്നാലും വെയിൽ അല്ലേ. വെയിൽ അല്ലെങ്കിൽ മഴ, നമ്മളെവിടെ പോയില്ല ഇങ്ങനെ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. അപ്പം ഇതെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കാണത്തില്ലല്ലേ, എഡിറ്റ് സെറ്റ് ചെയ്തേരാ. അങ്ങനെയുണ്ട്. ഇതിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. രാത്രി എന്നാലേ ലൈറ്റ് കാണത്തുള്ളൂ. ഇപ്പം എന്തായാലും ഓഫാണ്. നമുക്കിത്തി വെള്ളം, ഒരു ഐസ്ക്രീം കഴിക്കാം. ഓക്കെ, സൺഗ്ലാസ് ഇവിടെ ഉണ്ട് ഗൈസ്. സൺഗ്ലാസ് എനിക്കൊന്നും മേടിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ, പക്ഷെ ഇവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ലാത്ത മോഡല്. ഓക്കെ, നോക്കട്ടെ. കൊള്ളാമോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം പറയും. ഇവൾക്കിത് കൊള്ളാമോ? എൻ്റെ കുരുവി കൂടെ ഇരിക്കുന്നുണ്ടേ. കുരുവി കൂട് കൊള്ളാല്ലേ? നൈസ്. നിനക്ക് എന്തായാലും സൂട്ടാവുന്നില്ല, അതാണ് സത്യം. പറയുന്ന ചെറിയൊരു കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പെൺപിള്ളേർക്കൊക്കെ വന്നാൽ കിട്ടും. നമുക്കിത് ഈ വെള്ളം കുടിക്കണം കേസ്. വെച്ച് നോക്കിയല്ലേ അറിയത്തുള്ളൂ. ഓക്കെ ബൈ അല്ല ഓക്കെ ബൈ ഇങ്ങനെ ഇടാറില്ല. വലിയ വള്ളിയല്ലേ. ഓക്കെ, നമുക്കത് വെള്ളം കുടിക്കാം കേസ്. നല്ല ദാഹം. കൊച്ചുങ്ങളാണ്, കൊച്ചുള്ളത്.
വേണ്ട. എന്താണെന്ന് ചോദിച്ചാൽ കുഴയും കേട്ടോ. ആ മറ്റേ മുടിയിലൊക്കെ വെക്കുന്നതല്ലേ. ഇത് മറ്റേ മുടിയിലൊക്കെ വെക്കുന്നേ കേട്ടോ. ഇത് കൊള്ളാമോ ഈ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വരുന്നത്. ചെറിയ ഗ്ലാസ് കേട്ടോ. പൊട്ടുന്ന ഗ്ലാസ്സാണോ? മണ്ഡലത്തിൻ്റെ ഗ്ലാസ് കിട്ടും. കൊള്ളാമോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഗൈസ്. ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. കൊള്ളാമല്ലേ ഇത്? കൊള്ളാം. ഇതാരാ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് അല്ലേ? ഇത് കൊള്ളാം കേട്ടോ. നൈസ് സാധനം. അതായത് ചെറിയ ചെറിയ ചെടികളൊക്കെ വെക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാവുന്ന സാധനം കേട്ടോ. എന്തായാലും കൊള്ളാം. ഓക്കെ നമ്മൾ കഴിച്ചിട്ടാണ്. ഇവളിന്ന് കൊണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അതെ ഉണ്ടായത് പിന്നെ ചോദിച്ചു മേടിക്കുന്ന എന്തിനാണ്? ഇതാണാ ഒരേ ഫേസ്? അതാ വരുന്നത്. അതെങ്ങനെയാ നിന്റെ ഫേസ് ഇതുമായിട്ടല്ലേ മാച്ച്? ആൻറ്റി ആണ്ടെ ചോദിച്ചു മേടിക്കല്ലേ. ഇതെന്തിനാ ഒരു വിഷയം തന്നെ കേട്ടാ. ചേച്ചി പൊട്ടിച്ചേ പയ്യന്മാരെ. അത് മേലിരിക്കുക. നമുക്ക് അവരിവിടെ ഇരിക്കുന്നു. നോക്കി ഇരുന്നില്ലെങ്കിൽ പണിയാണ്. തൊട്ടടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഫോണൊക്കെ എടുത്തകത്തേക്ക് എടുത്തോണ്ട് പോയാൽ അതിന് പേടിയില്ല കേട്ടാ. അതിനൊരു പേടിയില്ല. ആ മേലോട്ട് കയറും. ഇവിടെ ഉള്ളവർക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയല്ലേ. നമുക്ക് അറിയുന്നല്ലോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രണ്ടുപേരും മേലോട്ട് പോയിട്ടുണ്ട് കേസ്. ബാക്കിയുള്ളത് ദൂരം ഇരിക്കുന്നുണ്ട്. ഇനി ഇവര് ഇങ്ങോട്ട് മേലോട്ട് കയറി വരുമായിരിക്കാം. ഞാൻ വരുന്നുണ്ട് ടീമാണ്. ഇവരാണ് വിളിച്ച് വരുത്തുന്നത് കേട്ടാ. ഈ ഒരു ആലൂസ് പിന്നെ എന്റെ ഐസ്ക്രീം ഒരു വെള്ളം കുടിച്ചെന്റെ ക്ഷീണം ഇതറിയുന്ന അറിയില്ല. ഇതാ വരുന്നു കേസ്. താഴെ പോയിട്ടാ അങ്ങോട്ട് ഇവിടെ പോയി. ഇനി അടുത്തന്നെ വിളിച്ച് വരുത്തിയാണ്. ചേച്ചിക്ക് ജോലിയാവുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനല്ലേ സുഖമല്ലേ. ഇവിടെ വരുമ്പോ ഐഡിയും പ്രൂഫും കൂടെ കൊണ്ടുവരണം കേട്ടോ. സോറി ID പ്രൂഫ് കൂടെ കൊണ്ടുവരണം കേട്ടോ. ഇല്ലെങ്കിൽ പെടും. കാര്യം വളരെ മോശമാണ് ഗൈസ്. അതുകൊണ്ട് അന്നത്തെ ചെരുപ്പൊന്നും എടുത്ത് എറിഞ്ഞിട്ട് കൊടുത്താണ് ഇപ്പൊ എടുത്തോളൂ. ചെരുപ്പ് മാത്രം അല്ലെ ആ ഫോൺ എടുത്തോണ്ട് കൊരങ്ങ ഫോൺ എടുത്തോണ്ട് പോയി. പിന്നെ കാണാം ഗൈസ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പൊ വെയിൽ താന്നിക്കുമ്പോ മേപ്പോട്ട് പോവാം. ഹേ ഗൈസ്, അപ്പൊ നമ്മള് മേലോട്ട് പോവാന്ന് വെച്ചേട്ടാ. മേപ്പോട്ടോ ഇല്ല പാകയില് ഇല്ല പാക വിഷയമാണ് ചേട്ടാ. കുരങ്ങന്മാരുണ്ട് കേട്ടോ. നോക്കി കണ്ട് നടന്നിട്ടേക്ക് പണി കിട്ടും. ഫോണിന്റെ ഇത് തീരെ നമ്മൾ താഴോട്ട് പോയിട്ട് എന്നിട്ട് മേലോട്ട് പോവാം.
അപ്പോൾ കുടുക്കത്ത് ഭാഗ താഴോട്ടാണ് കേട്ടാ, താഴോട്ടാണ് കുടുക്കത്ത് ഭാഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുടുക്കത്ത് ഭാഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ എന്താണുള്ളതെന്ന് നമ്മൾ നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, എന്തിനാണെന്ന് ചോദിച്ചാൽ നോക്കണം ഗൈസ്, നോക്കണം. എൻ്റെ താഴെ കണ്ട ഒരു ചെറിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. ലവ് ബേർഡ്സ് ഒക്കെ വന്ന് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ താഴോട്ട്. ഓ പൊളി കേട്ടോ, പക്ഷേ അല്ലേ, നൈസ് സ്ഥലം, പൊളിച്ച്. സാർ ഞാൻ നോക്കിയാണ് അല്ലേ. ഗൈസ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് 2-3 ക്ലിപ്പ് എടുത്താണ്, ഫോട്ടോ വരി എടുത്തല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് പറ. നിങ്ങൾക്ക് വന ഏരിയയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തരാം. വലിയ വനമില്ല എങ്കിലും ചെറിയ വനങ്ങളുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അതിന് ചിക്കുന്ന വേണ്ടേ ഓ എന്നെ കൊല്ലാനുള്ള പ്ലാനിങ് ആണ് ഗൈസ് കേട്ടാ. ഒരിക്കലും നമ്മളെ പേരെഴുതി വെക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാര്യം പണി കിട്ടുന്ന വഴി അറിയത്തില്ല. വല്ല ചാത്തന്മാരാ. അനു എന്തോ കാര്യമായിട്ട് എഴുതുകയാണ്. ഓ അനുവിൻ്റെ പേര് എഴുതിയാണ്. ഓ കല്ലിൽ കൊത്തി വയ്ക്കുന്നോള്. മറ്റേ മേലെ പേര് എഴുതി, മേലെ ആരെയും പേരുണ്ടായിരുന്നു. ചെറിയ ട്രിപ്പ് മൂടുകൾ എന്നൊക്കെ പറയില്ലേ, ചെറിയ ട്രിപ്പ് മൂടുകളാണ്. ഇനി ഇവിടെയൊക്കെ ഏത് മൂഡ് കാണുമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ നോക്കാം കേട്ടോ, പറയാൻ പറ്റൂല. ഇവിടെയൊക്കെ ഇട്ട് എന്തെങ്കിലും സംഭവിപ്പിച്ചാലും പെട്ടെന്നൊന്നും ആരും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഇന്നാൾ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെയാണ്. കാര്യം ഒരു പെണ്ണ് വിളിച്ചു ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. പേടിച്ചാൽ ഞാനല്ല പറ്റി കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തേക്ക് സ്ഥലത്ത് നമ്മൾ നോക്കി കൊണ്ട് വേണം, അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. എന്നെ കാര്യമായിട്ട് എഴുതി തളർന്ന് അതിന് പോകണം. പോകുന്നു ഗൈസ്, ഞാനും കൂടി താഴോട്ട് പോട്ടെ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കുടപ്പാകയിലാണ് കേട്ടോ. ഇതേണ്ട ഈ കുടപ്പാകയെന്ന് പറയും. ഇതാണ് കുടം, അതായത് ഒരു കുടയുടെ അടിയിൽ നമ്മൾ നിൽക്കുന്നൊരു രൂപം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കവികൾ. എന്തായാലും പക്ഷെ കൊള്ളാം കേട്ടോ, പേടിയാവും. കാര്യം ഇത്രയും വലിയ പാക നമ്മളെ ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു രസമല്ലേ. രസമാണോന്ന് ചോദിച്ചാൽ ഇതാണ് വീണ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പിന്നെ ചടഞ്ഞു പോവും, ചടയേണ്ടി വരില്ല, പിന്നെ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഈ പാവ നിൽക്കുന്നുണ്ട്, ഇതാണ് വന്ന് വീണ കഴിഞ്ഞു കേട്ടോ. ഓ ഇതൊന്ന് തെറ്റിയാൽ കഴിഞ്ഞില്ലേടി, പരിപാടി കഴിഞ്ഞില്ലേ. ഈ പാക അഥവാ ഉരുൾപൊട്ടലിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കാമല്ലോ, പറയാൻ പറ്റൂലല്ലോ. അത് മറ്റേ നമ്മളാ ഈ ചെല്ലിയില്ലേ, കറുത്ത ചെല്ലിയാണ് കേട്ടോ ഗൈസ്. കറുത്ത ചെല്ലിയില്ലേ, പഴയ വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ കറുത്ത ചെല്ലി. നമ്മളെ വീട്ടിലുണ്ടായിരുന്നു, പണ്ടത്തെ വീട്ടിൽ. ഇപ്പോഴത്തെ വീട്ടിലില്ല. കാര്യം റബ്ബറിൻ്റെ ഒക്കെ ആ ഒരു സ്ഥലത്താണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ അനുസേ, നീ ഇത് മൊത്തം കയറിക്കോ. ഇന്നത്തെ ടാസ്ക്. ഇതുവഴിയും പോവാം, നമ്മൾ വന്ന വഴിയും പോവാം. ഇതുവഴിയാണെങ്കിൽ ഇത്തിരി റിസ്ക്കാണ്, വന്ന വഴി പോകണല്ലേ ബെറ്റർ. അല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി പോവാം, പോക്കോ. ഞാൻ അതുവഴിയാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ 2 പേർക്കെങ്കിലും എത്തും. ഞാൻ പോവാം, നീ ഇത് വഴിയാ, ഞാൻ ഇത് വഴി വരാം. അങ്ങനെ പോണില്ല, പോണെങ്കിൽ ഒരുമിച്ച് പിന്നെ ഇത് വഴി വേണ്ട, ഇതല്ലേ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോവാം ഗൈസ്. നോക്കൂടെ അതെ, അങ്ങനെയുണ്ട്, പൊളിയല്ലേ, സൂപ്പറല്ലേ. കുടപ്പാക എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറയും നമ്മൾ. മൈൻഡ് കുടയ്ക്ക് ചോർച്ചയുണ്ട്, അതുകൊണ്ട് ഇവിടെ വെള്ളം വീഴുന്നു. ഓ അതെ, വെള്ളം തന്നെയാണ്.
ഈ കണ്ടുപിടുത്തം ചെയ്യുന്ന ഈ ചേച്ചിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എടി മണ്ടി, നീ എന്ത് ചിന്തിക്കാത്ത കുടപാകയില് വെള്ളം വീഴൂട്ടി. ഇനി വാ അവിടെയൊക്കെ വല്ലതും കാണും. ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ അനു കയറി പോയുള്ള അവസ്ഥ. അമ്മച്ചിയേ തോന്നി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തെറിക്കാണ് കഴിച്ചു. താഴോട്ട് പോവാം, വേഗം പല പരിപാടിക്ക്. എനിക്ക് പോകാൻ താല്പര്യം പറയാൻ പറ്റൂല. ഓക്കെ, അയ്യാ തള്ളി വിടുന്നു. ആണെങ്കിൽ അവിടെ നിന്നാണ് കേസ്. വയ്യാണ്ടായിരിക്കുന്നു ഉണ്ണിയെ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ വെയിലത്ത് പോകണം. എവിടെയാണ് ഇരിക്കുന്നത്? കുറച്ച് ഇവിടെയാണ് ഇരുന്നിട്ട് പോവാം. അവിടെ കപ്പിൾസ് ഇരിക്കുന്നു കേസ്. നമ്മൾ കപ്പിളല്ലാത്തതുകൊണ്ട് അവിടെ പോയിരിക്കുന്നത്. നമുക്ക് മാറിയിരിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. നല്ല തണല് കേട്ടോ അല്ലേ? അവിടത്തെ കാട്ടി ഇവിടെ കൊള്ളാം. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കാം. വാവ്, അടുത്തടുത്തിരിക്കാൻ നമ്മൾ ലവ് ബേഡ്സ് അല്ലല്ലോ. ഓ, ഇവിടെ മോന്താണ്ട്. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ കശ്മല. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, ഇവിടെ കുരങ്ങനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. തനിച്ചിരിക്കാൻ ഒരു സ്പോട്ട്. ഇത് പക്ഷേ നമ്മൾ ഹോട്ടലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതൊരു റോഡാണ്. ഇവിടെ നിന്ന് കയറി ഇതിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് കയറിയത്. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു. കാര്യം കയറി വന്നപ്പോൾ തന്നെ തളർന്നു കേസ്. ആ ബിരിയാണിയുടെ എഫക്റ്റ് ആയിരിക്കും അല്ലേ? ഉറക്കം വരുന്നുണ്ട്, ചെറിയൊരു ഉറക്കം. ഒരേക്ക് തന്നെ ഭയങ്കര മധുരമല്ലേ ഒരുമാതിരി. ലൈം കഴിച്ചത് ഭയങ്കര മധുരം. തേനെന്തോ ആണ് മധുരം. ഡിമാൻഡ് ആയല്ലോ. പക്ഷെ ഇത് വെയിലും ഉണ്ട്, മേലോട്ട് വെയിലുണ്ട്. ഇവിടെ നല്ല തണുപ്പ് അല്ലേ? ആഹാ, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ പോണം എവിടെയെങ്കിലും ഒക്കെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊന്നും ഇരിക്കില്ലേ. വീട്ടിൽ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഇറങ്ങാൻ പോകണം. തൊട്ടടുത്തെങ്കിൽ എവിടെയെങ്കിലും, തൊട്ടടുത്തായാലും ഏതെങ്കിലും സ്പോട്ട് കണ്ടുപിടിച്ചങ്ങ് പോകണം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇത് ഒരു 32 കിലോമീറ്റർ പോലും ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ വന്നു കേട്ടോ. ഒന്നുമല്ല, നമുക്ക് വീട്ടിലിരിക്കാൻ വയ്യ, വളരെ ബോറാണ്. വീട്ടിൽ രാവിലെ എണീക്കുന്നു, പല്ലിക്കുന്നു, കാപ്പി കുടിക്കുന്നു, പിന്നെ പണിയുണ്ടെങ്കിൽ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ തന്നെ. വീട്ടിലാണെങ്കിൽ മൊബൈലും കളിച്ചിരിപ്പാണ്. അതിനല്ല ഇവിടെയൊക്കെ വന്നിരുന്ന് ഒന്ന് ചില്ലായി. വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ആ ചെറിയൊരു തണുപ്പിൽ ഒരു ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാൻ ഒരു രസമുണ്ട് കേട്ടോ. ഓക്കെ, ഹേ ഗൈസ്, അപ്പോൾ അടുത്ത സ്പോട്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. കുടഭാഗം, സോറി, ഞാൻ നേരത്തെ വായിച്ചപ്പോൾ തെറ്റിപ്പോയി കേട്ടോ. കുടുക്കത്തെ ഭാഗം എന്നായിപ്പോയി. ഇത് കുടഭാഗമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്പോട്ട് കണ്ട് ഞാൻ നടക്കണി ഭാഗം. എന്തൊരു ഭാഗമാണ് എന്താ, എന്തായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ, എന്നാ സേ ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെയും മേലോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ മേലോട്ട് പോവുകയാണ്. ഈ പാറയിൽ കയറാൻ കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ വഴി. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ സ്ഥലത്തിൽ വരണമെങ്കിൽ ഞാൻ മുമ്പേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അഞ്ചൽ വേണം. അഞ്ചലിൽ നിന്ന് കുടുക്കത്ത് പാറ, സോറി മലമേ പാറ. ഈ രണ്ട് പാറയും രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആ പേര് വരുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു ടാസ്ക് ഒക്കെ ഉണ്ട്. കുറച്ച് വഴി സോറി, മോശം ഏതാ ഈ മലയിലല്ലേ? ഓ കാമോൺ ബോയ്സ്. പിന്നെ ആയിപ്പാണ് ഗൈസ്. രണ്ട് പാറ കയറി കഴിഞ്ഞാൽ പിന്നെ ആയിപ്പ. അതാണ്ട് ഈ വഴിയാണ് നമ്മൾ താഴെ നിന്ന് വരുന്ന വഴി കേട്ടോ. ഇതുവഴി വരാൻ വലിയ പാടായിരുന്നു, അതുകൊണ്ട് അതുവഴി നമ്മൾ വന്നില്ല. കുടപാറയിൽ നിന്ന് ഷോർട്ട് കട്ട് കയറുന്ന വഴിയാണ് ഈ വഴി. നമ്മൾ ആ വഴി തിരഞ്ഞെടുത്തിട്ടില്ല, നമുക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി ഇത് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്.
കാര്യം ഇതിന് കറക്റ്റ് സ്റ്റെപ്പൊന്നുമില്ല. ഏതെങ്കിലും പാകെ ചവിട്ടി ഇങ്ങനെ കയറി പോകണം കേസ്. നല്ല വെയിലായി, മേലിൽ ചെല്ലുമ്പോൾ കരിയും കേട്ടോ. ട്രക്കിങ്ങിനൊക്കെ പോകണം. ഒരു ഇത്തിരി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല. അതായത് അമ്മൂമ്മക്കൊക്കെ വലിയ ടാസ്ക് ആയിരിക്കും അത് കയറാനേ. കൊച്ചു പയ്യന്മാർക്ക് ഒരു 40 വയസ്സ് ആളുകൾക്ക് എന്തായാലും സുഖമായിട്ട് കയറാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നോക്കിക്കണ്ട് കയറിയില്ലെങ്കിൽ സ്വപ്പം കാര്യം പറഞ്ഞു വീഴും. ഇപ്പോൾ വീണിന് ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ അള്ളിപ്പിടിച്ചൊക്കെ കയറി പോകുന്നു ഗൈസ്. ഓക്കെ, ഒരുവിധം നമ്മൾ ചെറിയൊരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആരുടെ ഇത് തണ്ട പോകുന്നത് ഗൈസ്. അതിൻ്റെ കളർ തന്നെ അല്ലേ, മാച്ചിങ് ഇട്ട് നടക്കുന്നത്. ഓക്കെ, മേലോട്ട് പോവാം. അപ്പം തന്നെ ആയിപ്പ് തുടങ്ങി കേട്ടോ. പഴയ കണക്കൊന്നുമല്ല ഗൈസ്, വയ്യാണ്ടായിരിക്കുന്നു ഉണ്ണി. ഓക്കെ, അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ഇപ്പോൾ ആ സൈഡിലോട്ട് പോകണ്ട, നമുക്ക് ഈ സൈഡ് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഓക്കെ, സെറ്റ് ചേട്ടാ ആയി തുടങ്ങി. അവിടെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഇനി പോകാനുള്ളത്. ഇവിടെ മൊത്തം അതുവഴിയൊന്നും പോകാൻ പറ്റൂല, ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വഴി വളരെ വളരെ മോശമാണ്. വേറെ വഴിയൊന്നുമില്ല, അള്ളി പിടിച്ചൊക്കെ പോകണം. സ്പെയർമാൻ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാം ഗൈസ്. അതിന് സുഖ പോകണം. എന്താ ഈ ഇടുക്കൊഴി കൂടി കടന്ന് പോകണം ഗൈസ്. ശരിക്കും ശേഖരണമൊന്നുമില്ല, ഈ റിസ്ക്കാണ്. ഒരു വലിയ സ്ഥലമില്ല. ഓക്കെ, ഇന്നത്തെ പരിപാടി. ഓക്കെ, ഞാൻ അനൂസ് ചാടി കയറട്ടെ ഗൈസ്, അനൂസ് ചാടി കയറട്ടെ. ഓക്കെ, അനൂസ് വലിഞ്ഞ് പിടിച്ച് കയറിയിരിക്കുന്നു. എന്നാ പിടിച്ചോ. ഓക്കെ, ഞാൻ കയറട്ടെ ഗൈസ്. ഇത് വേറൊരു വഴിയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും പറ്റാത്തവർ വരാതിരിക്കുന്നതിന് നല്ല. പ്രായം കൂടിയ ആൾക്കാർ, ഒരു 50 വയസ്സുള്ളവരൊക്കെ വരുന്ന ബുദ്ധിമുട്ടാണ്. വഴിയാണ് ഗൈസ്. നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞു ഗൈസ്. കണ്ട, ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ. കണ്ട, ഇതിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട് അവിടെ വെയിലുണ്ട്. ആ സൈഡിൽ വെയിലുണ്ട്, ഈ സൈഡിൽ വെയിലില്ല. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അതിനും ഇവിടെ റെസ്റ്റ് എടുക്കണം കേട്ടോ, കയറി വന്നതിൻ്റെ ക്ഷീണം. ഓക്കെ, കയറി വന്നപ്പോൾ തന്നെ ക്ഷീണിച്ചേട്ടാ ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഇപ്പോൾ നമ്മളിവിടെ ഇനി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് തീർക്കണം. പക്ഷേ ഇത് കുറച്ച് നേരമൊന്നും പറയാൻ പറ്റില്ല, ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നും. ചെറിയൊരു സന്തോഷം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അതിന് അത്ര നല്ല വൈബുണ്ട് കേട്ടോ. എനിക്കെന്താ ഇഷ്ടപ്പെട്ടു, സെറ്റ് സ്ഥലം. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെനിക്ക് കൊള്ളാം അല്ലേ ദിവസം. ആ ദിവസം എന്നെ ഒന്ന് എടുത്തോണ്ട് പോയി. ജിമ്മിന് പോണതിന് പകരം അല്ലേ തടി പോയോന്ന്. തടി നോക്കിയുള്ള ഐഡിയ ആയിട്ട് അനൂസ് പറഞ്ഞു. കയറി ഇറങ്ങി പോയാൽ മതി. അതുകൊണ്ടല്ല അവിടെയൊക്കെ ആ കോടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഏതാ ഒരു കോടാണ്, ഏത് കോടെന്നൊന്നും എനിക്കറിയില്ല, ഏതാ ഒരു കോടാണ്. അവിടെ എന്തോ ഒക്കെ പണികൾ നടപ്പുണ്ട്. കണ്ട അങ്ങനെയുണ്ട്. അഭിപ്രായം കമൻറ്റ് പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഇത്തിരി ഡേഞ്ചറസ് ആണ് ഇവിടെ വന്ന് നിൽക്കല് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആലോചിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഓക്കെ, ഞാൻ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പണി പോകുന്നു. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ.
കോൾ ചെയ്യുന്നു ഗൈസ്. അതാണ് എങ്ങനെയുണ്ട്, പുള്ളിയല്ലേ? ഇത് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കറങ്ങി കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പലതുണ്ട്. ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇവിടെ പാവക്കോറിയാണ് ആ സൈഡിൽ. ആ റോഡും പാവക്കോറിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടില്ല ഒരു പള്ളി ഉണ്ട ഉണ്ട്. എന്താ അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ പള്ളിയാണ്. ഓക്കെ, ചുമ്മാ കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലം. എന്തെന്ന് പറയാം, ലവ് ബേഡ്സിന് പറ്റിയ സ്ഥലം എന്നാണ് പറയാം. കാര്യം അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നതാണ് അങ്ങോട്ട് പോകുന്നത്. കാര്യം അവിടെ പോയപ്പോഴേ അവരെ സംസാരം നമ്മളെ കണ്ടപ്പോഴേ വലിയ അതുകൊണ്ടല്ല, അവരെ പ്രൈവസി നമ്മൾ കളയണ്ടല്ലോ. പ്രേമിക്കുന്നവർ പ്രേമിക്കട്ടെ. ഓക്കെ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കെട്ടിച്ച് വിട്ടു. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ആഘോഷിക്കട്ടെ ഗൈസ്. അപ്പോൾ പിന്നെ കാണാം. ഇവിടെ നിന്ന് ഇതിൻ്റെ ബേക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇവിടെ വന്ന് ഒരാൾ റെസ്റ്റ് എടുക്കുന്നു ഗൈസ്. എൻ്റെ നിഴലിൽ വെച്ച് അവൾ റെസ്റ്റ് എടുക്കുന്നു ഗൈസ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ആയിട്ട് വെയിലുണ്ട്. ഏതാടാ? പക്ഷെ കൊള്ളാം കേട്ടോ അല്ലേ? ഒന്ന് കയറി വന്നിട്ട് ഇനിയും ഇതിൻ്റെ മുകളിൽ പോയാലേ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം ഗൈസ്. ഓ, ഇതിപ്പോൾ പണിയാണല്ലോ. ഒരു കുറ്റി വെച്ചുകൊണ്ട് ഇവിടെ ചവിട്ടിയിട്ട് ഇവിടെ കയറണം. അതായിരുന്നു ടാസ്ക്. അനൂസിനെ പിടിച്ച് കയറ്റേണ്ടി വരും വേണ്ട. വാ, അനൂസ് സ്വയം ബുദ്ധിയിൽ കയറുന്നു. ഇതൊക്കെ എന്ത് എന്ത് സിമ്പിളൊന്നും. ഇനി എന്നെ പിടിച്ചോളെ. ഓക്കെ എന്ന് എല്ലാം പറഞ്ഞിട്ട് ഓക്കെ എന്ന്. ഓ, പൊളിച്ച് കേട്ടാ. ഇങ്ങനെ വെയിൽ വർഷത്തിൽ കൂടുതലാണ്. അതുകൂടെ പറഞ്ഞേക്കാം, ഉച്ചയ്ക്ക് വരേ ചെയ്യില്ല. മലയൊക്കെ പൊളിച്ച് കേട്ടാ. ഉണ്ട്, ഇവിടെ ഉണ്ടോ ഒരു കൂരാണകത്ത് മല. അതുകൊണ്ട് എന്താ അതുള്ള എല്ലാം മോനാണെങ്കിൽ. ഓക്കെ, കിട്ടില്ല സ്പോട്ട് കേട്ടോ. വകയിരിക്കുക കൊള്ളാം, നല്ല രസമുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. നല്ല വെയിൽ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ, ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് പ്ലേസ്? കൊള്ളാമോ? അനൂസ് ഇറങ്ങി വരികയാണ് ഗൈസ്. അഭ്യാസങ്ങൾ അവളെ പിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ പിടിക്കുന്നില്ല. പക്ഷെ താഴെ കൊക്കയാണ് കേട്ടോ, ജസ്റ്റ് കൊക്ക. താഴോട്ട് നോക്കിയാണ് കേട്ടോ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അവരെ പ്രൈവസി എന്തിനാണ്? അവിടെ ആളുകളുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലായി. ഞാൻ കൊണ്ടല്ലേ പോവായിരുന്നു. അവരവിടെ പാടുന്നത് അവരവിടെ എൻജോയ് ചെയ്യുന്നു. ഒന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഒരു കുഴിയിലോട്ട് ഇരുന്നിട്ടുണ്ട്. അവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. ഓക്കെ, ഇപ്പം എല്ലാ ആളുകളുമായി. ഓക്കെ, അങ്ങനെയുണ്ട്. തീരെ സൗകര്യം ഉണ്ടെന്നല്ലേ. ഇപ്പം നമ്മൾ ടോപ്പിലാണ് വീശിക്കുന്നത്. അവിടെ 2 ചർച്ചുണ്ട് കണ്ട, 2 പള്ളി കണ്ട. ഏതാ കണ്ട, 2 പള്ളിയുണ്ട് കണ്ട. ഒന്നിപ്പോ 2 പള്ളി ഗൈസ്. അപ്പം നമ്മൾ ഇത്തിരി കുറച്ച് സ്പെൻഡ് ചെയ്യട്ടെ നമ്മുടെ ലൈഫ്. അല്ലടാ, ഒരാൾ ഹൈറ്റിൽ നിൽക്കുന്നു ഗൈസ്. താഴോട്ട് ഇറങ്ങി നോക്കിയൊക്കെ മതി, അല്ലെങ്കിൽ എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ അളവ് കുറയും. എല്ലിൻ്റെ എണ്ണം കൂടും കമ്പി ഇട്ടാൽ. നോക്കിയൊക്കെ മതി. ഓക്കെ,
എനിക്ക് ഇഷ്ടമല്ല. ലവ് ബേഡ്സ് അല്ല, ഒരു കല്യാണം കഴിച്ചാണ് പുതിയ മോഡിയുള്ള കത്തില്ല. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാലോ? അവിടെയും കൂടെ കുറച്ച് പോവാം. നേരത്തെ അവിടെ ആളുണ്ടായിരുന്നു പറഞ്ഞ് ഇപ്പം ആൾ പോയി. അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം കേസ്. നോക്കി ഇതൊക്കെ ഏത് വേണേ? ഓക്കെ അല്ല, ഞാൻ കയറിയാലേ നിന്നെ കയറ്റാൻ പറ്റുള്ളൂ. വാവ്, സൗന്ദര്യം വാന്ന് തോന്നുന്നു. എടുക്കാൻ നിൽക്കാതെ തന്നെ ഇടാൻ നല്ലത്. ചിലപ്പോൾ എടുക്കുന്ന വഴി അങ്ങ് പോയാലേ പിന്നെ കഴിഞ്ഞ് പട്ടം. ഗൈസ് പട്ടം പറത്താൻ പോണു ഗൈസ്. പട്ടത്തിൻ്റെ വലിയ മാത്രമേ കയ്യിലൊന്നും ചീറ്റിപ്പോയി. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. കൊള്ളാം കേട്ടോ. തണലും ഉണ്ട്. പൊളി ചെയ്ത കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയും ചെയ്യും. റൊമാൻറ്റിക് ആവാൻ പറ്റിയ സ്ഥലം. ഓക്കെ, ഞാൻ റൊമാൻറ്റിക് ആവട്ടെ. കുറേ നേരം കൊണ്ടുള്ളൂ പറയുന്നു. എന്നേ വാ ചേട്ടാ, റൊമാൻറ്റിക് ആവട്ടെ. അനൂസ് പട്ടം പറത്താൻ പോണു ഗൈസ്. അനൂസ് നോക്കിയൊക്കെ നിൽക്കി താഴോട്ട് പോയാൽ അങ്ങ് താഴെ പോകും. പിന്നെ ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ടേ പോവുള്ളൂ. ഓക്കെ, ആ പൊളി കേട്ടാ. നൈസ്. ഇവിടെ കിടന്ന് ഉറങ്ങി കൊള്ളാറുണ്ട്. ഓക്കെ, പൊളി. അനൂസേ തെറ്റ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. വിളിച്ചാൽ മതി കേട്ടോ പോകുമ്പോൾ. കൊള്ളാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ്. അത് മോന്തയിലോട്ട് അടുപ്പിക്കാതിരുന്നാൽ മതി. ഞാൻ മോന്തയിലോട്ട് അടുപ്പിച്ചിട്ടില്ല. ചെറിയ ഗ്യാപ്പിൽ കൂടെ വെയിൽ വരും കേട്ടോ. ഗ്യാപ്പ് ഫില്ല് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ കിടന്നു എന്ത് സുഖം. നമ്മൾ മൂന്നാറിൽ പോകണമെന്ന് ഇനിയുള്ള പ്ലാനിങ്ങിലാണ്. മൂന്നാറിൽ പോകാനുള്ള ബഡ്ജറ്റും കൂടെ സെറ്റായി നമ്മൾ പോകും. നമ്മൾ മുമ്പേ വാഗമണ്ണ് പോയായിരുന്നു. വാഗമണ്ണിൽ പോയി നമ്മൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്തതൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് കറങ്ങി അന്ന് നൈറ്റ് പോയി പിറ്റേ രാവിലെ മൊത്തം അവിടെ കറങ്ങിയിട്ട് ഇനി വന്നു. കൊള്ളാൻ. പക്ഷേ നൈറ്റായി വീട്ടിൽ എത്തിയപ്പോൾ. അതേപോലെ ഇനി മൂന്നാറിലോട്ട്. മൂന്നാറ് പിന്നെ ഒരു ദിവസത്തെ യാത്ര സെറ്റ് ചെയ്തിട്ട് വേണം പോകാനുള്ള കാര്യം. അവിടെ പോയി നമ്മൾ അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം സമയം വേണം. അപ്പോൾ അതും കൂടെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. 2-3 ദിവസം ശരിക്കും പറഞ്ഞാൽ വേണം. ഇനി അതിൻ്റെ പ്ലാനിങ്ങിലായിരിക്കും നമ്മളത്. അപ്പം അടുത്ത ട്രിപ്പ് അങ്ങോട്ട് പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ പോകും. അതല്ല അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു സമയം വന്നാൽ നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റായിട്ട് നമ്മളോട് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എന്തായാലും ഇടണം കേട്ടോ. എന്നാലേ അടുത്ത നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ നിങ്ങൾ നമ്മളോട്. എങ്കിലല്ലേ നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഒരു ത്വര വരണ്ടേ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ എന്തായാലും. അനൂസ് ഇങ്ങനെ ചാടി കിടക്കണം. അനൂസിന് ഉറക്കം വരുന്നത് കേട്ടോ. ബിരിയാണി കഴിച്ചുകൊണ്ടായിരിക്കും അല്ലേ അനൂസ്? ക്ഷീണം. അയ്യോ, ശരീരമൊന്നും അനങ്ങാത്ത കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. നീ തന്നെ പോയിട്ടില്ലെന്നല്ല, പാറ കയറുന്നതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഭയങ്കര ക്ഷീണമാണ് കേസ്. ഇനി പോയാൽ അവള് പോത്ത് എങ്ങനെ കിടന്നുറങ്ങുന്നു അതേപോലെയാണ് കിടന്നുറങ്ങുന്നത്. അതെ, ഇത് വെട്ടിയിട്ട വാഴ പോലെ അല്ലേ? അങ്ങനെയല്ലേ? തന്നെ. പക്ഷെ ഇതിനെ ഞാൻ ഇനി എടുത്തോണ്ട് വേണം പോവാളെ അവിടെ ചെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇന്നത്തെ പരിപാടി ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുവിധം നമ്മൾ താഴെ ഇറങ്ങി അവിടെ നിന്ന് താഴെ വന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇനി ഇതുകൊണ്ട് അങ്ങോട്ട് പോകണം. അതുവഴിയാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ. ഇനി അതുവഴി പോയിട്ടങ്ങ് വീട്ടിൽ പോകണം. അതാണ് ഇനി എൻ്റെ ലക്ഷ്യമൊന്നും. പക്ഷെ കൊള്ളാം കേട്ടോ. കുറച്ച് വെയിൽ കൂടി പോയെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിരുന്നല്ലേ. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഈ കല്ലിൽ ഇങ്ങനത്തെ ഒരു ചെടി കാണും. ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചോ. ആ, നീലക്കൊടുവേലിന്ന് ഇതാരാ പറഞ്ഞേ? മനസ്സേ ഷാജി പാപ്പനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആട് 3 ഇറങ്ങുന്നതായിരിക്കും ഷാജി പാപ്പനോട് ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, നീലക്കൊടുവേലിക്ക് വേണ്ടിയാണ് അവന്മാർ അങ്ങനെ നടക്കുന്നത്. ഓക്കെ, നല്ല സെറ്റപ്പ് വെയിൽ കേട്ടെ, ഒരു രക്ഷയില്ല. വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക. എവിടെ പോണു? മോൻ തഴും വെള്ളം മേടിക്കാൻ പോകുന്നു കേട്ടോ. അവിടെ അവിടെ ഒരു ടാപ്പുണ്ട് കേട്ടോ ഗൈസ്, മോൻ കഴുകിയിട്ട് വരാം. ഇങ്ങനെയുണ്ട് തണുത്ത വെള്ളം. നല്ല വെയിലായിരുന്നു കേട്ടോ, കരിഞ്ഞു പോയി. വെള്ളം കുടിക്കുന്ന വായി സെറ്റ് ചെയ്യട്ടെ. മോൻ കഴിയുമ്പോൾ എന്തൊരു സുഖം. നമ്മൾ ഈ വെയിലത്തുനിന്ന് വന്നിട്ട് മോൻ കഴിയുമ്പം വല്ലാത്തൊരാശ്വാസമാണ്. ഇനി വെയിലത്തോട്ട് പോകുമ്പോൾ ആശ്വാസിച്ചിട്ട് കൂടും. കൊള്ളാം കേട്ടോ. ഓ, പേര് വെയിലായി പോയി. കൊള്ളാം കേട്ടോ. ആ, നല്ല തണല്. ഈ സൈഡിൽ കൂടെ നടന്നത് അപ്പം നല്ല തണല് കിട്ടും. ഓക്കെ, അപ്പോൾ ആരൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പം നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഓക്കെ, സെറ്റ് ചെയ്തിട്ടില്ല. ഗൈസ്, പണി കിട്ടി ഗൈസ്, കണ്ണിന് പണി കിട്ടി. കണ്ണ് തുറക്കാൻ വയ്യ, കാര്യം ഒരു പാട വളരുന്നതുകൊണ്ട് കണ്ണിന് ഇത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ലൊരു പണിയായിപ്പോയി, നല്ലോണം ചൂടായി കേട്ടാ, കണ്ണ് ചൂടായി, നല്ല രീതിയിൽ ചൂടായി. ഓക്കെ, അങ്ങനെ കിടക്കാണ് ഗൈസ്, ഒട്ടും വയ്യ. ന്യൂസ് വെള്ളം കൊടുക്കാൻ പോയാണ്, ചീറ്റി പോയി. അതിന് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. പനിയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തിരക്കാം ഗൈസ്. അല്ല, ഇവിടെ കൊണ്ടിട്ടാ ഇല്ലായിരിക്കും. ഓക്കെ, വൈകിട്ട് വന്ന് സെറ്റ് ആയിരിക്കും. ഓക്കെ, മലമേപ്പാറയിലെ അമ്പലമാണ് ഗൈസ്. അങ്ങനെയുണ്ട്, അമ്പലം കഴിഞ്ഞാണ് പാറയിലോട്ട് പോകും. അമ്പലം കഴിഞ്ഞ് പാറയിലോട്ട് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ കളികൾ എല്ലാം വൈൻഡപ്പ് ആയിരിക്കും. ഇനി വീട്ടിൽ പോകുന്നു, കിടക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നല്ല വെയിലായിരുന്നു. എൻ്റെ കണ്ണ് കണ്ടാകുന്നത്, കണ്ണ് പണിയാണ്. ഓക്കെ, കണ്ണിലൊരു പണിയുണ്ട് എനിക്ക്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അല്ല, വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ എത്തി കഴിഞ്ഞു കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇനി റെസ്റ്റ് ചെയ്താൽ ഇനി കിടന്നുറങ്ങിയാൽ മതി കേട്ടോ ഗൈസ്. നല്ല ക്ഷീണം അല്ലേ?